ഒരു ദശാബ്ദമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു അവകാശവാദമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റിയെന്നും ഇന്ത്യയുടെ ആഗോള പ്രശസ്തി അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നുമാണ്. എന്നാൽ ഈ അവകാശവാദത്തെ പൊളിച്ചെഴുതുന്ന ഒരു തന്ത്രപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ദ മോഡി മിറേജ് ഇല്യൂഷൻസ് ആൻഡ് റിയാലിറ്റി ഓഫ് ഇന്ത്യസ് ഗ്ലോബൽ സ്റ്റാൻഡിംഗ് ആൻഡ് റെപ്യൂട്ടേഷൻ എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളുള്ളത്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെയും നെതർലാൻഡ്സിലെ ഗ്രോണിംഗൻ യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസർമാരാണ്. അഭിപ്രായ സർവേകളുടെയും അഭിപ്രായ വോട്ടെടുപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സർവേ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് 12 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൽ, പ്രത്യേകിച്ച് മുതിർന്നവർക്കിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ വെറും 37% പേർ മാത്രമാണ് നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത്. അതേസമയം 40%-ഓളം ഈ 12 രാജ്യങ്ങളിലെ മുതിർന്നവരിൽ 40%-ഓളം പേർ നരേന്ദ്രമോദിയിൽ വിശ്വാസമില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതേപോലെ തന്നെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2008 അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് മൻമോഹൻ സിംഗ് നാട് ഭരിക്കുന്ന കാലത്ത് അമേരിക്കയിൽ ഏകദേശം 63% പേർ ഇന്ത്യയെക്കുറിച്ച് മികച്ച അഭിപ്രായം, നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ 2023 ഈ 63% എന്നത് കുത്തനെ ഇടിഞ്ഞ് 51% കുറഞ്ഞു എന്നത് തന്നെയാണ്. അതിന് ഒരു കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവം മാറുന്നതും ഇന്ത്യയിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കൃത്യമായി പറയുകയാണെങ്കിൽ 2014 മുതൽ ആഗോള സൂചികകളിൽ പിന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ചില ആഗോള സൂചികകളിൽ ഒന്ന് ലോക പട്ടിണി സൂചികയാണ്. ലോകരാജ്യങ്ങളിലെ പട്ടിണിയെ അളക്കുന്ന ഈ സൂചിക പ്രകാരം 2014 ഇന്ത്യയുടെ ഈ പട്ടികയിലെ സ്ഥാനം 63 അത് തന്നെ ഏറെ പിന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ 10 വർഷത്തെ മോദി ഭരണത്തിനിപ്പുറം 2022 കണക്ക് പ്രകാരം 107 ഇന്ത്യയുടെ സ്ഥാനം. അതായത് 63 ആയിരുന്നത് 107 കുറഞ്ഞു. ഇനി മറ്റൊരു സൂചിക എന്ന് പറയുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സന്തോഷം അളക്കുന്ന ഒരു സൂചികയാണ്. ആ സൂചിക പ്രകാരം 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ഇന്ത്യ 111 സ്ഥാനത്തായിരുന്നു. എന്നാൽ 10 വർഷത്തെ മോദി ഭരണത്തിനിപ്പുറം 2023 ഇന്ത്യ 126 സ്ഥാനത്താണ്. ഇനി മറ്റൊരു സൂചിക എന്ന് പറയുന്നത് ഡെമോക്രസി ഇൻഡെക്സ് ആണ്. ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ തോത് അളക്കുന്ന ഒരു സൂചികയാണ്. ആ സൂചിക പ്രകാരം ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം 2014 33 സ്ഥാനത്തായിരുന്നുവെങ്കിൽ 10 വർഷത്തെ മോദി ഭരണത്തിനിപ്പുറം ഇന്ത്യ എത്തി നിൽക്കുന്നത് 2023 കണക്ക് പ്രകാരം 108 സ്ഥാനത്താണ്. അതായത് ഇന്ത്യ ഏറെ പിന്നിലേക്ക് ജനാധിപത്യത്തിൻ്റെ സൂചികയിൽ പോയി എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സൂചികയാണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അഥവാ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന പുറത്തുവിടുന്ന ഈ സൂചികയിൽ 2014 ഇന്ത്യ 140 സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് 2024 കണക്ക് പുറത്തു വരുമ്പോൾ ഇന്ത്യ 159 സ്ഥാനത്താണ്. ഈ 159 സ്ഥാനത്തെ അപകടകരമാക്കുന്നത് ഇത് പാകിസ്ഥാനേക്കാൾ, തീവ്രവാദത്തിൻ്റെ ഹബ്ബ് എന്ന് നമ്മൾ വിളിക്കുന്ന പാകിസ്ഥാനേക്കാൾ പിന്നിലാണ് എന്നത് തന്നെയാണ്. ഇന്ത്യയുടെ ഈ ആഗോള സൂചികകളിലെ പിന്നോട്ട് പോക്ക് തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള മനുഷ്യർക്ക് ഒരു മോശം അഭിപ്രായം രൂപപ്പെടാൻ കാരണം. അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന ആക്രമണവും ജനാധിപത്യം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഇന്ത്യയെക്കുറിച്ചുള്ള ആഗോള മതിപ്പ് ഇടിയാൻ ഒരു കാരണമാണ്. എന്തായാലും ഈ റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ പൊളിച്ചെഴുതുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.